ഇതൊരു ഗൂഢാലോചനയുടെ കഥയല്ല. ഇതൊരു ഭീകര കുറ്റവാളിയുടെ ജീവിതകഥയുമല്ല. ഇത് ലോകത്തിലെ ഏറ്റവും ശക്തരായ ആളുകളുടെ പേരുകൾ കോടതി രേഖകളിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ഫയലിന്റെ കഥയാണ്. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വിവാദപരമായ പേര് ജെഫ്രി എപ്സ്റ്റൈൻ. പക്ഷേ ഇന്ന് നമ്മൾ ചോദിക്കാനിരിക്കുന്നത് ഒരു ചോദ്യം മാത്രം: ഈ ഫയലുകളിൽ ഇന്ത്യയുടെ പേര് വന്നത് എങ്ങനെ? ഇന്ത്യ അൺടോൾഡിലേക്ക് സ്വാഗതം. ജെഫ്രി എപ്സ്റ്റൈൻ ഒരു ബില്യണർ ആയിരുന്നില്ല, പക്ഷേ ബില്യണർമാരുടെ സുഹൃത്തായിരുന്നു. രാഷ്ട്രീയ നേതാക്കൾ, രാജകുടുംബാംഗങ്ങൾ, ബോളിവുഡ് താരങ്ങൾ, ബിസിനസ് സാമ്രാജ്യങ്ങൾ എല്ലാവരും എത്തുന്ന ഒരു അടച്ച വൃത്തത്തിലേക്കുള്ള വാതിൽപാലകനായിരുന്നു എപ്സ്റ്റൈൻ. അമേരിക്കയിൽ ഇയാൾക്കെതിരെ മൈനർമാരെ ലൈംഗികമായി പീഡിപ്പിച്ച കേസ് രജിസ്റ്റർ ചെയ്തു. 2019 ഒരു ഹൈ സെക്യൂരിറ്റി ജയിലിൽ ക്യാമറ പ്രവർത്തിക്കാത്ത സമയത്ത് ജെഫ്രി എപ്സ്റ്റൈൻ മരിച്ച നിലയിൽ കണ്ടെത്തപ്പെട്ടു. ഒഫീഷ്യൽ റിപ്പോർട്ട് ആത്മഹത്യ. പക്ഷേ ലോകം ചോദിച്ചു, ഇത്ര വലിയ രഹസ്യങ്ങൾ അറിഞ്ഞ ഒരാൾ ഇങ്ങനെ മരിച്ചോ? എപ്സ്റ്റൈൻ മരിച്ചതിന് ശേഷം കോടതികളിലൂടെ പുറത്തു വന്നത് എപ്സ്റ്റൈൻസ് ഫയൽസ് എന്നറിയപ്പെടുന്ന ഒരു വലിയ ഡോക്യുമെന്റ് ശേഖരമാണ്. ഇതിൽ ഉൾപ്പെട്ടത് ഫ്ലൈറ്റ് ലോഗ്സ്, കോൺടാക്ട് ബുക്സ്, ടെസ്റ്റിമോണിയൽ, വിറ്റ്നസ് സ്റ്റേറ്റ്മെന്റ്. പിന്നെ ഒരു പ്രധാന കാര്യം, ഈ ഫയലുകളിൽ പേര് വരുന്നത് കുറ്റം തെളിയിക്കുന്നു എന്നർത്ഥമല്ല, പക്ഷേ പേര് വരുന്നത് ഒരു ബന്ധമുണ്ടായിരുന്നെന്ന് മാത്രം സൂചിപ്പിക്കുന്നു. അതിനാലാണ് ഈ ഫയലുകൾ ലോകമെമ്പാടും ചർച്ച ചെയ്തത്. എപ്സ്റ്റൈൻസ് ഫയൽസിൽ ഇന്ത്യൻ ബന്ധങ്ങൾ വന്നതായ രേഖകൾ കാണാം. രാഷ്ട്രീയ നേതാക്കളെന്നല്ല, കുറ്റവാളികളെന്നല്ല, പക്ഷേ അന്താരാഷ്ട്ര നെറ്റ്വർക്കിന്റെ ഭാഗമായിട്ടുള്ള ബന്ധങ്ങൾ. ചില ഇന്ത്യൻ ബിസിനസ് ടൈക്കൂണുകൾ, ഇന്റർനാഷണൽ കോൺഫറൻസ്, പ്രൈവറ്റ് മീറ്റിംഗ്സ്, എലൈറ്റ് സോഷ്യൽ ഗ്യാതറിംഗ്, ഇവിടെയാണ് എപ്സ്റ്റൈൻ സജീവമായിരുന്നത്. ഇവരിൽ ഒരാളെപ്പോലും ഒരു കോടതിയും കുറ്റക്കാരെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷെ ചോദ്യം ഇതാണ്: ഈ പേരുകൾ വന്നപ്പോൾ ഇന്ത്യൻ മാധ്യമങ്ങൾ എന്തുകൊണ്ട് മൗനം പാലിച്ചു? അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ് എല്ലാ രാജ്യങ്ങളിലും അന്വേഷണം ചർച്ചയായി. പക്ഷേ ഇന്ത്യയിൽ വാർത്തകൾ വന്നില്ല, ചർച്ചകൾ ഉണ്ടായില്ല, ഫോളോ അപ്പ് ഉണ്ടായില്ല. ഇതൊരു പേര് മാത്രം സംബന്ധിച്ച പ്രശ്നമല്ല, ഇത് സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. ഇന്ത്യയിൽ കോർപ്പറേറ്റ് ശക്തി, രാഷ്ട്രീയ ബന്ധങ്ങൾ, മാധ്യമ ഉടമസ്ഥാവകാശം ഇവയെല്ലാം തമ്മിൽ വളരെ അടുത്ത ബന്ധത്തിലാണ്. എപ്സ്റ്റൈൻസ് ഫയൽസ് പോലൊരു വിഷയം ചർച്ച ചെയ്താൽ ആരെയെങ്കിലും അസ്വസ്ഥരാക്കും, പരസ്യങ്ങൾ നഷ്ടപ്പെടും, നിയമസമ്മർദ്ദങ്ങൾ വരും. അതിനാലാവും ചില ചോദ്യങ്ങൾ ചോദിക്കപ്പെടാത്തത്. ഇവിടെ ഇന്ത്യ അൺടോൾഡ് ഒരു ആരോപണവും നമ്മൾ ഉന്നയിക്കുന്നില്ല. നാം പറയുന്നത് ഇത്രമാത്രം: ഒരു ഫയലിൽ പേര് വരുന്നത് കുറ്റമല്ല, പക്ഷേ രാജ്യത്തിന്റെ മാധ്യമങ്ങൾ അത് പരിശോധിക്കാതിരിക്കുന്നത് കുറ്റമാണോ? ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുന്നത് സുരക്ഷയാണോ, അല്ലെങ്കിൽ ഭയമാണോ? ജെഫ്രി എപ്സ്റ്റൈൻ മരിച്ചു, പക്ഷേ ഇയാളുടെ ഫയലുകൾ ഇന്നും ജീവിച്ചിരിക്കുന്നു. അവ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇന്നും മറുപടിയില്ലാതെ. ഇത് ഇന്ത്യ അൺടോൾഡ് ആണ്. പറയപ്പെടാത്ത കഥകൾ ശാന്തമായി പറയുന്നൊരിടം. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ഈ വിഷയത്തിൽ ഇന്ത്യ മൗനം പാലിച്ചതെന്തുകൊണ്ട്? കമന്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കാരണം ചില കഥകൾ മൗനം തകർക്കുമ്പോഴാണ് ചരിത്രമാകുന്നത്.